നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു രാഗം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 1-2 പാട്ടുകൾ, അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് പാടാൻ ശ്രമിക്കുന്നത്. രാഗമെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ, പേര് പോലെ തന്നെ മധുരമായ ഒരു രാഗമാണ് നമ്മളിന്ന് പാടുന്നത്. രാഗത്തിൻ്റെ പേര് മധുരഞ്ജിനി എന്നാണ് രാഗത്തിൻ്റെ പേര്. അത് കർണാട്ടിക്കിൽ അത് സ്രോതസ്വിനി എന്ന പേരിലും ആ രാഗം നമ്മൾ പാടുന്നുണ്ട്. കർണാട്ടിക്കിൽ സ്രോതസ്വിനിയാണ്. അത് ഹിന്ദുസ്ഥാനിയിലേക്ക് പോയി കഴിഞ്ഞാൽ മധുരഞ്ജിനിയാണ്. പേര് പോലെ മധുരമായിട്ടൊരു രാഗമാണത്. നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആ രാഗങ്ങളും അറിയാമായിരിക്കും. നമുക്ക് ഉദയരവിചന്ദ്രിക അല്ലെങ്കിൽ ശുദ്ധ ധന്യാസി എന്ന് പറഞ്ഞ രാഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ഹിമഗിരിതനയേ ബലത്തെ ഹിമഗിരിതനയേ ബലത്തെ അംബൈശ്വരി ശ്രീലളിതേ മാമ ഹിമഗിരിതനയേ ബലത്തെ എന്നൊരു രാഗം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സഗമ പനിസ സഗമ പനി നീസ, അതിൽ വരുന്നത് സഗമ പനിസ സനി പമകസ 5 ഔഡം എന്നാണ് പറയുക. ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങളാണ് വരുന്നത്. അതിൽ വരുന്നത് ശുദ്ധ ധന്യാസിയിൽ വരുന്നത് ഗമപനി നീ, ചെറിയ നിഷാദമാണ്. നിഷാദം 2 ഒന്നിൽ ചെറിയ നിഷാദമാണ് ശുദ്ധ ധന്യാസിയുടെ നിഷാദം മാത്രം. ചെറിയ നിഷാദം എന്നുള്ളത് വലിയ നിഷാദമാക്കി പാടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ മധുരമായ രാഗം മധുരഞ്ജിനി കിട്ടും. സഗമ പനി പനി സാ സാനി പമഗ സനി സഗമ പനി സാനി പമഗ സനി ഗമപനി സഗനി സ മഗ സനി പമ ഗമഗ സനി പനി സഗനി സ. മധുരഞ്ജനി. അതില് ത്യാഗരാജസ്വാമികളുടെ വളരെ മനോഹരമായ ഒരു കൃതിയുണ്ട്. അത് എല്ലാവരും കൂടുതൽ പാടുന്നത് ശുദ്ധ ധന്യാസി ആ രാഗത്തിലാണ് പാടുക. ഉദയരവിചന്ദ്രികയാണ് പാടുക. അത് പക്ഷേ ചില റെയറായിട്ട് ചില ആൾക്കാർ അത് ഈ മധുരഞ്ജനിയിൽ സ്രോതസ്വിനിയിൽ പാടിയിട്ടുണ്ട്. അത് ആ കൃതി ഇങ്ങനെയാണ്.
ಎಂದವರನೇನ ಕಂದದಾಸುಲೇ ಎಂದಲೇ ದಿನ ಎಂದ ಜೂಜಿನ രാഗമാണത്. അത് നമ്മുടെ ലളിത സംഗീതത്തിൽ അല്ലെങ്കിൽ സിനിമാ സംഗീതത്തിൽ വളരെ റെയറായിട്ട് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിലേറ്റവും വളരെ മനോഹരമായ കോമ്പോസിഷൻസ് എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ അഭിമാന സ്തംഭം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇളയരാജ സാറാണ്. അദ്ദേഹമാണ് ഈ രാഗത്തിൽ, ഈ മധുരഞ്ജനി അല്ലെങ്കിൽ സ്രോതശ്രീ എന്ന് പറഞ്ഞ രാഗത്തിൽ വളരെ മനോഹരങ്ങളായ ഒരുപാട് ഗാനങ്ങൾ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെ ഗംഭീരമായ പാട്ടുകൾ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന അദ്ദേഹമാണ്. അത് നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു 2-3 വീഡിയോസ് നമുക്ക് അതിനു വേണ്ടി ചെയ്യാമെന്ന് തോന്നുന്നു. അത്രയും മനോഹരമായ പാട്ടുകളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. മലയാളീസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ പഴയ കുറച്ച് പാട്ടുകൾ, തമിഴ് പാട്ടുകൾ കേൾക്കാൻ താല്പര്യമുള്ള, കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ഒരു മനോഹരമായ ഗാനങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്. അത് നമ്മൾ പിന്നീട് വരുന്ന വീഡിയോസിൽ പാടാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന അങ്ങനെയല്ല. മലയാളത്തിൽ നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുള്ള ഒരു പാട്ടെന്ന് പറയുന്നത് 80കളിൽ ആണെന്ന് തോന്നുന്നു, തമിഴിൽ നിന്ന് തന്നെ വന്ന് നമുക്ക് ഇളയരാജ സാറിൻ്റെ സഹോദരനായ ഗംഗൈ അമരൻ സാറ്, അദ്ദേഹം ചെയ്ത തരംഗിണിക്ക് വേണ്ടി ദാസേട്ടൻ അതിമനോഹരമായി ചുവല്ലൂർ കൃഷ്ണൻകുട്ടി സാർ എഴുതി ഗംഗൈ അമരൻ സംഗീതം നൽകി നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ വളരെ മനോഹരമായി പാടി. ഇന്നും ഭക്തി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മണ്ഡലകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ മനുഷ്യരെ കേൾക്കുകയും എല്ലാ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ പാട്ടുകൾ ഗംഗൈ അമരൻ സാറിൻ്റെ പാട്ടുകളാണ് കൂടുതലും. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും മണ്ഡലകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആ അത്തരം പാട്ടുകളാണ്. അതിൽ വളരെ മനോഹരമായ ഒരു പാട്ട്, ദാസേട്ടൻ അസാധ്യമായി പാടി വെച്ചൊരു പാട്ടാണ് ഇതേ രാഗത്തിൽ. പ്രകൃതിയെ പാടി ഉണർത്തുകയാണു ഞാൻ, പ്രകൃതിയെ പാടി ഉണർത്തുകയാണു ഞാൻ, പ്രണവസ്വരൂപമാ മന്ത്രങ്ങളാ, പ്രണവസ്വരൂപമാ. അത് കോമ്പോസിഷൻസ് വരുന്ന സമയത്ത് സിനിമ പാട്ടാണെങ്കിലും ലളിത സംഗീതത്തിലും ചില അന്യസ്വരങ്ങളൊക്കെ അതിനകത്ത് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ മനോഹാരിത കൂടുന്നത്. അതുകൊണ്ടാണ് എന്നൊരു രീ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രണവസ്വരൂപമാ മന്ത്രങ്ങളാ, നാദാനിൻ കാരുണ്യം തേടുമീ ദാസന്റെ, നാദാനിൻ കാരുണ്യം തേടുമീ ദാസന്റെ, നാദനൈവേദ്യം നീ കൈക്കൊള്ളണം, നാദനൈവേദ്യം നീ കൈക്കൊള്ളണം. മഹാപ്രഭോ മമ മഹാപ്രഭോ, മഹാപ്രഭോ മമ മഹാപ്രഭോ. മാമലമേലെ വാഴും മഹാപ്രഭോ, മാമലമേലെ വാഴും മഹാപ്രഭോ, മഹാ